ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒന്നല്ല, കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. ആനനെ ഒരു വേട്ടക്കാരൻ വെടിവെക്കാൻ വന്ന്. പക്ഷെ വെടിവെച്ചത് തത്തമ്മേനെയാണ്. എന്തുകൊണ്ട്? എന്താ പറയണേ? ആനയെ കാണാൻ ഭംഗിയില്ലാത്തുള്ളൂ. അല്ല, ആനയ്ക്ക് പകരം പേരാവും തത്തമ്മ. ഓക്കെ, ശരിയാണ്. ഒരു കാട്ടില് ഒരു ആനയും ഉറുമ്പും ഉണ്ടായിരുന്നു. ആന അപ്പോൾ ഒരു പാലത്ത് കൂടെ പോകുമ്പോൾ പാലം പൊട്ടി നിലത്തേക്ക് വീണ്. അല്ല, വീണ്. അപ്പൊ ആനേന്റെ രണ്ടാളും വീണ്. പാലം പൊട്ടി എന്ന് പറഞ്ഞാൽ രണ്ടാളും വീഴൂലേ? ആമയും ഉറുമ്പും വെള്ളത്തിൽ വീണ്. ആനയും ഉറുമ്പും വെള്ളത്തിൽ വീണ്. ആന മൂക്കിൽ വെള്ളം കയറാണ്ടിരിക്കാൻ തുമ്പിക്കൈ മേലേക്ക് വെക്കി. പക്ഷെ ഉറുമ്പ് ഒരു കൈ മേലേക്ക് വെക്കി. അതെന്തിന്? അല്ല, ഒഴിച്ചാ ഒരാനയും ഉറുമ്പും പാലം പൊട്ടി താഴെ വീട്. അപ്പൊ ഉറുമ്പിന്റെ തുമ്പിക്കൈ ആവും. അല്ല, ഒഴിച്ചാങ്ങള് ആ ഉറുമ്പിന്റെ ഒരു കയ്യിൽ വാച്ചുണ്ടായിരുന്നു. വാച്ചിൽ വെള്ളം ഒരു കാട്ടില് പുഴ ഉണ്ടായിരുന്നു. ആ പുഴയുടെ ചുറ്റും 4 കിളിയാളിരുന്ന്. അതില് ഒരാള് വന്നപ്പോ 3 കിളിയാള് പാറിപ്പോയി. ഒരു കിളി അവിടെ എന്ത് ചെയ്യായിരുന്നു? ഒരു കിളി എന്തുകൊണ്ട് പാറിപ്പോയില്ല? ആ, കറക്റ്റ് ആണ്. അപ്പൊ ഇത് ചോദിച്ചാല് ഞാനാണ് ജയിച്ചത്. അമ്മയാണ് കൂടുതൽ പറഞ്ഞത്. അമ്മ 2 പറഞ്ഞു. അമ്മ 2 പറഞ്ഞേ. ഞാൻ ഒരു വാച്ച് പറഞ്ഞു. അപ്പൊ അമ്മ ജയിച്ചത്. ഫസ്റ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് അമ്മനോട് ചോദിച്ചിരുന്നു. അത് കേട്ടിട്ട് അമ്മ ഉത്തരം പറഞ്ഞതാണ്. ദേവട്ടി ഒന്നുപോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ തോറ്റത് ദേവട്ടിയാണ്. അപ്പൊ എല്ലാവരും കൈയടിക്കുക എനിക്ക് വേണ്ടി.